നമ്മളിപ്പോ സ്ക്രീനിൽ സർക്യൂട്ട് കാണുന്നുണ്ടല്ലേ, ഇത് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ സർക്യൂട്ട് ആണ് ബൈ യൂസിങ് ടിങ്കർ കാർഡ്. ആദ്യം തന്നെ നമുക്ക് ഈ സർക്യൂട്ടിൽ എന്തൊക്കെ കമ്പോണന്റ്സ് ഉള്ളത് നോക്കിയാൽ ഫസ്റ്റ് ഉള്ള കമ്പോണന്റ് ആണ് അർഡിനോ LCD 16x ഡിസ്പ്ലേ, ബ്രെഡ് ബോർഡ്, പൊട്ടൻഷ്യോമീറ്റർ, പിന്നെ ഒരു ടെമ്പറേച്ചർ സെൻസർ. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ. ഇത് റെസിസ്റ്റർ. ഓക്കെ, പിന്നെ ജമ്പിങ് വയർസ് പല കളറിൽ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണക്ഷൻസ് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ അർഡിനോയുടെ 5 വോൾട്ട് എടുത്ത് നമ്മൾ ബ്രെഡ് ബോർഡിൽ പോസിറ്റീവ് കൊടുത്തു. അർഡിനോയുടെ ഗ്രൗണ്ട് എടുത്ത് നമ്മൾ ബ്രെഡ് ബോർഡിൽ നെഗറ്റീവ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ LCD എടുത്ത് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തു. എന്നിട്ട് LCDയുടെ ഫസ്റ്റ് രണ്ട് 2 പിൻസ് നമ്മൾ പോസിറ്റീവ് ഫസ്റ്റ് നെഗറ്റീവ് കൊടുക്കുക, ഗ്രൗണ്ട് കൊടുത്തു, പോസിറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് കൊടുത്തു. എന്നിട്ട് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ കണക്ഷൻ ചെയ്തു. പൊട്ടൻഷ്യോമീറ്റർ കണക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യോമീറ്ററിന്റെ 3 നീഡിലാണുള്ളത്. അതിൽ ഫസ്റ്റ് ലാസ്റ്റ് നീഡിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് നീഡിലൂടെ നമ്മൾ പോസിറ്റീവായിട്ടും സെക്കൻഡ് നീഡിൽ നമ്മളിവിടെ നെഗറ്റീവായിട്ടും കൊടുത്തിട്ടുണ്ട്. തേർഡ് നീഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ LCDയുടെ പിന്നെ പറഞ്ഞുതരാവേ, LCDയുടെ V0 പിന്നെ നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ പിന്നെ ചില കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ RS പിന്ന് നമ്മൾ അർഡിനോയുടെ 8 പിന്നുമായിട്ട് 8 പോർട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്തുള്ള റീഡോ റൈറ്റ് പിന്നെടുത്ത് നമ്മൾ ഗ്രൗണ്ടിൽ കൊടുത്തു. പിന്നെ നമ്മൾ ബ്ലാക്ക് കളറിൽ കൊടുത്തേക്കുന്നതൊക്കെ ഗ്രൗണ്ടിൽ കൊടുത്തേക്കുന്നത്, റെഡ് കളറിൽ കൊടുത്തേക്കുന്നതൊക്കെ നമ്മൾ വോൾട്ടേജ് കൊടുത്തേക്കുന്നതാണ്. പിന്നെ നമ്മൾ അർഡിനോയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പിൻസ് ആണ് പല കളറിൽ മൾട്ടി കളർ ജംബേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണക്ഷൻസ് ചെയ്തു. പിന്നെ DB4 ബ്ലൂ അതുപോലെ നമ്മൾ 6 പോർട്ട് കൊടുത്തു. DB6 കൊണ്ടുവന്ന് DB5 നമ്മുടെ വയലറ്റ് വന്നിട്ട് നമ്മൾ 4 കൊടുത്തു. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് യെല്ലോ, ബ്രൗൺ അതെല്ലാം നമ്മൾ കണക്ട് ചെയ്തു. കണക്ഷൻസ് എങ്ങോട്ടാ പോയി നിങ്ങൾക്ക് മനസ്സിലാക്കാണോ വിചാരിക്കും ഞങ്ങൾ സർക്യൂട്ട് ഒന്ന് വലുതാക്കി കാണിച്ചപ്പോൾ. പിന്നെ നമ്മുടെ LED പിന്നിൽ നമ്മൾ റെസിസ്റ്റർ എടുത്തിട്ട് വേറെ ബോർഡിൽ തന്നെ വേറൊരു പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. കണ്ട് അവിടെ നമ്മൾ കണക്ഷൻ എടുത്ത് നമ്മൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രെഡ് ബോർഡും അർഡിനോയും LCD നമ്മൾ കണക്ഷൻസ് എല്ലാം ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു എക്സ്ട്രാ സാധനമുണ്ട്. അതാണ് ടെമ്പറേച്ചർ സെൻസർ. കണ്ടോ, ടെമ്പറേച്ചർ സെൻസർ ആണ് അത്. ഈ ടെമ്പറേച്ചർ സെൻസർ ആണ് നമ്മൾ ചെയ്യുന്ന സർക്യൂട്ട്. ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് നമ്മൾ LCD ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ പോകും. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ സെൻസർ വേണമല്ലോ. സെൻസർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ സെൻസർ ചെയ്യണം. ടെമ്പറേച്ചർ സെൻസറിന് 3 നീഡിലുള്ള, അതിൽ റെഡ് നമ്മൾ പോസിറ്റീവ് കൊടുത്തു. റെഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് കൊടുത്തു. ലാസ്റ്റ് വൺ നമ്മൾ നെഗറ്റീവ് ഗ്രൗണ്ടിൽ കൊടുത്തു. ഇതിന്റെ മിഡിലുള്ള നമ്മൾ ഇവിടെ കൊടുത്തെന്നറിയാം. നമ്മൾ അർഡിനോടെ A0യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അർഡിനോടെ A0 പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറിന്റെ ആ ഇൻപുട്ട് എവിടെ വരേണ്ടത് വെച്ചാൽ A0യിലേക്ക് വരേണ്ടത്. അത് നമ്മൾ A0യിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കണക്ഷൻ. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് നോക്കിയാലോ. ഞാനപ്പം കോഡ് ഇവിടെ എടുത്ത് ടെക്സ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. ബ്ലൂ കളർ ടെക്സ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, LCDയുടെ ലൈബ്രറി നമ്മൾ ഇത് ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്തു. ലിക്വിഡ് ക്രിസ്റ്റൽ LCD 8, 7, 6, 5, 4, 3 പിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ സെൻസറിന്റെ പിന്നെ 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ LCDയുടെ ഏത് LCD യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുത്തു. ഏത് LCD നമ്മൾ 16:2 LCD യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വോയിഡ് ലൂപ്പിൽ ഇട്ടിട്ട് നമുക്ക് വർക്ക് കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ നമ്മൾ എന്താ പ്രിന്റ് ചെയ്ത് വരിക അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു അനലോഗ് കണ്ടന്റിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു ഔട്ട്പുട്ട് LCD ഡിസ്പ്ലേ കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ അനലോഗിലാണ് നമ്മുടെ സെൻസർ പിന്നെ റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ ഫ്ലോട്ടിൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്. ഈ അനലോഗ് പിന്നെ ടെമ്പറേച്ചർ സെൻസർ ചെയ്ത് നമുക്ക് LCD ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് വേണ്ട ഇത് കിട്ടണമെങ്കിൽ നമ്മൾ 2 ഫ്ലോട്ട് വാല്യൂസ് കൊടുക്കണം. ഫസ്റ്റ് ഫ്ലോട്ട് എന്ന് ഫ്ലോട്ട് വോൾട്ടേജ് നമ്മൾ റീഡ് ചെയ്യണം. 4.68 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വോൾട്ടേജിന് ആ വാല്യൂ വോൾട്ടേജ് ഈക്വൽ ടു എന്ന് കൊടുത്തിരിക്കുന്നത്. നൗ പ്രിന്റ് ഔട്ട് ദ ടെമ്പറേച്ചർ, നമ്മൾ LCD ടെമ്പറേച്ചർ പ്രിന്റ് ചെയ്ത് വരണം. പ്രിന്റ് ചെയ്ത് വരുന്ന ടെമ്പറേച്ചറും ഒരു ഇതല്ലേ നമ്പറിലല്ലേ കാണിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഫ്ലോട്ടിൽ കൊടുത്തു. ഫ്ലോട്ടിൽ ടെമ്പറേച്ചർ തന്നെ കൊടുത്തിട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് അത് ഏത് പോർട്ടിലേക്ക് നമ്മൾ കൊടുത്തു. അത് LCD ഡിസ്പ്ലേയിൽ നമ്മൾ ഏത് കോളം അല്ലെങ്കിൽ ഏത് റോയിലാണ് പ്രിന്റ് ചെയ്ത് വരേണ്ടതെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 0 0 ഫസ്റ്റ് 0 റോയും 0 കോളും, 0 1 എന്ന് പറഞ്ഞാൽ 0 റോയും 1 കോളും ഫസ്റ്റ് കോളും അങ്ങനെ. എന്നിട്ട് സെക്കൻഡ് കർസർ എവിടെ പോയി നിൽക്കണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 11th റോയില് ഫസ്റ്റ് കോളത്തിൽ പോയി നിൽക്കണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ എന്നിട്ട് അവിടെ പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡും സർക്യൂട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്ത് നോക്കാം. നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ വരും നമുക്ക് നോക്കാം.
കണ്ടോ? ഔട്ട്പുട്ട് വന്നേക്കുന്നുണ്ടോ? എത്രയാ ടെമ്പറേച്ചർ വാല്യൂ? ഡിഗ്രീസ് സി 19.93. നമ്മൾ ടെമ്പറേച്ചർ വാല്യൂ പ്രിന്റ് ചെയ്ത് പറഞ്ഞ കൊടുത്തു. ഡിഗ്രി സി ടെമ്പറേച്ചറിന് പല യൂണിറ്റ്സ് ഉണ്ടോ? അപ്പൊ ഡിഗ്രി സി കിട്ടണം നമ്മൾ കൊടുത്തു. സിമ്പിൾ സി കൊടുത്തു. 19.93 കിട്ടി. ഇനി നമ്മളിങ്ങനെ കണക്ഷൻ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയത് എന്താ, നമുക്ക് ആദ്യം ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റ് ആയിട്ട് റീഡിങ് വന്നു. കണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് റീഡിങ് വന്നെ. കണ്ടോ? കണ്ടോ? ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇരുന്നത് കൊണ്ടാണ് ആദ്യമേ റീഡിങ് കണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ റീഡിങ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഈ ജമ്പിങ് വൈസ് കണക്ഷൻ മനസ്സിലാകാത്ത ഒന്നുകൂടെ ജസ്റ്റ് സർക്യൂട്ട് നല്ലപോലെ വാച്ച് ചെയ്തിട്ട് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ മതി, മനസ്സിലാവും. ഇനി നമുക്ക് ഈ ടെമ്പറേച്ചറിന് ഈ ഒരു റീഡിങ് നമ്മൾ റീഡിങ് സെൻസ് ചെയ്തിരിക്കും. നമുക്ക് ടെമ്പറേച്ചറിനെ നമുക്ക് സെൻസർ നമുക്ക് വേരിയബിൾ ചെയ്ത് നോക്കാം. വേരി ചെയ്ത് നോക്കാം. നമുക്ക് റീഡിങ് മാറുന്നുണ്ടോ എന്ന് നോക്കിയാലോ? ഓക്കെ, നോക്കിക്കോ. കണ്ടോ? ഇങ്ങോട്ട് നീങ്ങി. നമ്മളെ ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻ സെക്കൻഡ്. കണ്ടോ? ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടുന്നുണ്ടോ? ഇങ്ങോട്ട് കൂടി വരും. കണ്ടോ? അങ്ങനെ കൂടി വരുമ്പോൾ ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടും. ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷനുള്ള സെൻസറിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് അതിന് കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടിയാ വന്നിരുന്നത്. കണ്ടോ? ഇങ്ങനെ ആ രണ്ട് നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ഇവിടെ ഇങ്ങോട്ടും നമുക്ക് ഇങ്ങോട്ടും നീക്കാം. കണ്ടുപിടി നിങ്ങളിപ്പോ പുറത്തോട്ട് വരും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ? ടെമ്പറേച്ചർ കൂടിയും കുറഞ്ഞും വരുന്നുണ്ടോ? ടെമ്പറേച്ചർ സെൻസറിൽ നമ്മൾ സെൻസ് ചെയ്ത ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞും വരുമ്പോൾ നമ്മുടെ LCD കറക്റ്റ് ആയിട്ട് ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട്. കണ്ടോ? നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ കോഡും നമ്മുടെ സർക്യൂട്ടും വർക്ക് ചെയ്തൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.